ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. നമ്മൾ മുംബൈയിലാണ് ഇപ്പോൾ ഉള്ളത് എന്താണെങ്കിലും. അപ്പോൾ മുംബൈയിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തമ്പനയിൽ, നമ്മുടെ ഈ വീഡിയോയുടെ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ടീനേജേഴ്സിനൊക്കെ ഇപ്പോൾ നമുക്കൊരു ജോലിയാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് വാതായനങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിനു മുമ്പ് ഞാൻ പറയാം, ഈ സ്ഥലത്തെക്കുറിച്ച് പറയാം, ഈ ജോലി സാധ്യതയെക്കുറിച്ച് പറയും, ഇതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പം ഞാനിപ്പോൾ മുംബൈയിൽ വന്നത് എന്താ വെച്ചാൽ ജോലിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് മുംബൈ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. മുംബൈയിലെ കാഴ്ചകൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, മുംബൈയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മുംബൈ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിലെ മുതലുള്ള ആഗ്രഹമാണ് മുംബൈ കാണുക, മുംബൈയിൽ പോവുക എന്നുള്ളതൊക്കെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ആശ്രയിച്ചിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മുംബൈയാണ്. മുംബൈക്ക് പോകുക. ഇപ്പോഴാണ് ഈ ഫോറിൻ കൺട്രീസിലേക്കും യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ ആൾക്കാർ ഇപ്പോൾ ജോലിക്ക് പോകുന്നത്. പക്ഷേ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്ക് വന്നിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മുംബൈ തന്നെയായിരുന്നു. അപ്പോൾ മുംബൈയിൽ കുറേ കാഴ്ചകളും വിശേഷങ്ങളും കൗതുകങ്ങളും ഒക്കെ ഒളിച്ചിരിക്കുന്ന ഒരു വലിയ നഗരമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് മുംബൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുംബൈയിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുംബൈയിൽ നമ്മുടെ താമസ സൗകര്യം വളരെ ബുദ്ധിമുട്ടാണ്. ജീവിത ചെലവുകൾ, നമ്മുടെ ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിത ചെലവുകൾ കുറവാണെങ്കിലും ഇത്തരത്തിലുള്ള മെയിൻ്റനൻസ് ഒക്കെ വളരെ എക്സ്പെൻസീവാണ്. കാരണം നമുക്കൊരു താമസത്തിനൊരു റൂം കിട്ടുക, ഒരു ഹോട്ടൽ റൂം കിട്ടുക, ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് മുംബൈയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ മുംബൈ കാണാൻ പോരുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ചാർജ് ആയിട്ടുള്ളത് 1500 രൂപയിൽ താഴെയാണ് എനിക്ക് മുംബൈയിൽ വരാനായിട്ട് ചിലവായിട്ടുള്ള പൈസ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് എന്താണ്? താമസ സൗകര്യം. അത് നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് താമസിക്കുന്നത്. എന്നാലും വലിയ കുഴപ്പമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലം പറയാം. എവിടെയാണെന്ന് വെച്ചാൽ ബേലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണിലേക്ക്, അല്ലെങ്കിൽ VT അല്ലേ, വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ VTയിലേക്കൊക്കെ നമ്മൾ പോയി താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 3500 അത്രയൊക്കെയാണ് താരിഫ് റേറ്റ് ഹോട്ടൽസിനൊക്കെ വരുന്നത്. ഡോർമെട്രിക്ക് പോലും നമുക്ക് 800 രൂപ, 750 രൂപ, 700 ഏറ്റവും ചീപ്പ്, ഏറ്റവും കുറഞ്ഞ ഇതിൽ പോലും അത്രയും കൊടുക്കണം, പെർ ഡേ കൊടുക്കണം നമ്മൾ. അപ്പോൾ ഈ ബേലാപ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേലാപ്പൂർ നമ്മൾ താമസിക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ട്രെയിൻ മാർഗം നമുക്ക് ഈ VTയിലേക്ക് പോകാം, മുംബൈ ടൗണിലേക്ക് നമുക്ക് പോകാം, ഡെയിലി നമുക്ക് പോകാം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ബേലാപ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് VTയിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ട്രെയിനൊക്കെ ഇരുന്ന് കയറി പോരാൻ പറ്റും. ഇവിടുന്നും ഇച്ചിരി അത്ര വലിയ തിരക്ക് ഇവിടുന്ന് വരത്തില്ല. പക്ഷേങ്കിലും ഇവിടുത്തെ ട്രെയിനൊക്കെ നമുക്ക് കയറാൻ പറ്റത്തില്ല. 2 മിനിറ്റൊക്കെ കൂടുമ്പോൾ ട്രെയിൻ ഉണ്ടെങ്കിൽ പോലും വൻ തിരക്കാണ് ട്രെയിനുകളിലൊക്കെ കയറാനായിട്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ പറയാം. അപ്പോൾ ഈ ബേലാപ്പൂരിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ പോകാം. അപ്പോൾ ബേലാപ്പൂർ എന്താണ് പ്രത്യേകത? ജോലിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ജോലി സാധ്യതകളുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഷിപ്പ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഷിപ്പ് ബേസ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം എൻ്റെ തന്നെ ഞാൻ അറിയുന്ന പരിചയത്തിലുള്ള ഒരു പയ്യനുണ്ട്. അവൻ ഷിപ്പ് ബേസ് കോഴ്സ് ചെയ്തിട്ട് അവൻ ഇവിടെ വന്നിട്ട് ബേലാപ്പൂർ വന്നിട്ട് ഇവിടുന്നാണ് അവന് കയറിപ്പോയി. അവന് സാധാരണ ഒരു +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ കോഴ്സൊക്കെ ചെയ്ത് വന്ന് അവനിപ്പോൾ നല്ല 1,00,000 രൂപയുടെ മുകളിൽ എങ്ങോട്ട് സാലറി ഉണ്ട്. അതുമാത്രമല്ല, അവൻ പുതിയ വീട് എറണാകുളത്ത് തന്നെ ഒരു പുതിയ വീട് വാങ്ങിച്ചു. അതിൻ്റെ അങ്ങനെയുള്ള ഒത്തിരി അവൻ ഡെവലപ്പ് ചെയ്തു ആ പയ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബേലാപ്പൂർ വന്നു കഴിഞ്ഞുണ്ടല്ലോ, ഇവിടെ മുഴുവൻ ടീനേജേഴ്സാണ്. ഒത്തിരി ടീനേജേഴ്സ് ഉണ്ട് ഇവിടെ. കാരണം ഇങ്ങനെ ഷിപ്പ് ബേസ് ആയിട്ടുള്ള ജോലി, ഇപ്പം ഞാൻ ഇരിക്കുന്നത് തന്നെ ഉണ്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാതിക്കലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനത്തെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ ബേലാപ്പൂരുണ്ട്. ഞാൻ ഇരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാതിക്കലാണ് ഇരിക്കുന്നത്. ഇനി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ മാറിക്കഴിഞ്ഞാൽ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ ബേലാപ്പൂരുണ്ട്. ഇനി മുംബൈയിൽ ബേലാപ്പൂർ മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ ഈ ഷിപ്പ് ബേസ് കോഴ്സുകളും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഇവിടെ മാത്രമല്ല, ഒത്തിരി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നടക്കുന്നുണ്ട്. ആളുകളെ കയറ്റി വിടുന്നുണ്ട്. ഇവർക്ക് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൻ്റെ അകത്തൊക്കെ തന്നെ തട്ടിപ്പുകളും ഒത്തിരി ഉണ്ട്. പൈസ പോകുന്ന ആൾക്കാരും ഉണ്ട്, ജോലി കിട്ടുന്നവരും ഉണ്ട്, പോകുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പയ്യൻ തന്നെയാണ്, അവൻ്റെ കുറേ പൈസ അതിന് മുമ്പ് പോയതാണ്. രണ്ടാമത് വീണ്ടും അവൻ ട്രൈ ചെയ്തിട്ടാണ് അവൻ രണ്ടാമത് കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിക്കാം. ഇനി എന്താണെങ്കിലും ഈ ബേലാപ്പൂർ മുഴുവനും
നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീനേജേഴ്സ് പയ്യന്മാരാണ് നിറയെ ഉള്ളത്. ഇവരെല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ റിക്രൂട്ട്മെൻറ്റിൽ ഇങ്ങനെ ഇതിൻ്റെ കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്. ഈ ഏജൻസി ഇവർ മുഖേന ഫ്രാഞ്ചൈസിയൊക്കെ മുഖേന കയറി പോകുന്നവരുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ താമസ സൗകര്യം ഒത്തിരി ഉണ്ട് ഇവിടെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. താമസം നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ പലരും നമ്മളെ ക്യാൻവാസ് ചെയ്യും താമസിക്കാനായിട്ട്. ഇവിടെ ഡോർമെട്രി സിസ്റ്റം ഉണ്ട്, റൂം സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ബാബ PG അല്ലേ, പെയിൻ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാബ PG എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് മെയിൻ മുംബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനൊക്കെ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞത്. പക്ഷേങ്കിൽ ഈ ബേലാപ്പൂര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാൻ കുറച്ചും കൂടെ റേറ്റ് കുറച്ചുകൂടെ കുറവിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ബാബ PG എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് കുറച്ച് അറ്റ്മോസ്ഫിയർ ബെറ്റർ അറ്റ്മോസ്ഫിയർ ആണ്. ഒപ്പം നമുക്ക് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നമുക്കൊരു ടൗണിൻ്റെതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റാഫൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു കംഫർട്ടായിട്ടുള്ള ഒരു എന്താണ് താമസം കിട്ടണമെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ മുമ്പിലിരിക്കുന്ന ആള് തന്നെയാണ് കേട്ടോ ഇതിന്റെ ഓണറും. ഇദ്ദേഹം തന്നെ നവൽ യാദവ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടിട്ടാണ്, ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ സത്യം പറയാം, ഞങ്ങൾ വേറെ സ്ഥലത്ത് താമസിക്കാനായിട്ട് പോയതാണ്. അപ്പൊ ഇദ്ദേഹത്തോട് സംസാരിച്ചു. ഇദ്ദേഹത്തോട് രാവിലെ സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു നല്ലൊരു ഇത് തോന്നും, നല്ലൊരു വേവ് ലെങ്ത് തോന്നുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓൺ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ മുംബൈ വീഡിയോ കുറേ കാര്യങ്ങൾ, മുംബൈയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യത്തെ വീഡിയോ ആണ് ഇത്, മുംബൈയിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇതിലിത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ മുംബൈയിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊന്ന് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ കാണാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഷിപ്പ് ബേസ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. താമസ സൗകര്യം മാത്രമല്ല, ഇവിടെ ഈ ബേലാപ്പൂരാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് രാവിലെ ട്രെയിനിന് നമുക്ക് മുംബൈ ടൗണിലേക്ക് പോകാം, നമുക്ക് കാഴ്ചകളൊക്കെ കാണാം, തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമുള്ള റൂമല്ല കേട്ടോ, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റൂമാണ്. 3 ബെഡാണ് ആ റൂമിലുള്ളത്. അതിന് 3 ബെഡ് നമുക്കത് ഒരു റൂമായിട്ടാണ് അവർ തന്നിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അപ്പോൾ അതൊരു റൂമായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ആ റൂമായിട്ട് കിട്ടിയപ്പോൾ നമുക്ക് ഒരു ഹോട്ടലിൽ താമസിക്കുന്ന അതേ സെറ്റപ്പിൽ തന്നെ നമുക്ക് അവിടെ താമസിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിവിടെ താമസിക്കാൻ പറ്റും, നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുന്ന ഇതാണ്. ആദ്യം പരിചയപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോലിയുടെ കാര്യമുണ്ട്. ബേലാപ്പൂര് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് തന്നെയുള്ള പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഷിപ്പ് ബേസ് ആയിട്ടുള്ള കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും റിക്രൂട്ടിംഗ് സെൻറ്ററുകളും ഒക്കെയാണ് ഈ ചുറ്റുപാടും കാണുന്നതെല്ലാം തന്നെ. പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള പല കോഴ്സുകൾക്കും മറ്റും ചേർന്നിട്ട് പലരുടെയും കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസും നമ്മൾ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നല്ല വരുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ നല്ല ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളെയും നമ്മൾക്ക് ചുറ്റുപാട് നമ്മൾ കാണുന്നതുണ്ട്. അതുകൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ വളരെ അന്വേഷിച്ച് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കൂടി, മറൈൻ കോഴ്സുകളും ഇത്തരത്തിൽ ഷിപ്പ് ബേസ് കോഴ്സുകളൊക്കെ ചെയ്താലും നല്ല വരുമാനം കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ബോംബെയിലെ യാത്രയിൽ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല, പക്ഷെ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ബോംബെയിലെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം.